ഹലോ എവരിവൻ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രണയത്തിന്റെ നഗരം പാരിസ്. ആ നഗരത്തിന്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇരുമ്പ് പ്രതീകം ഏഫൽ ടവർ. പ്രണയികളുടെ സ്വപ്നങ്ങളിൽ പോലും ഈ ടവർ ഉണ്ടാകും. പക്ഷേ ഇതിന്റെ ഇരുമ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം നീ കേട്ടിട്ടുണ്ടോ? രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലോകം മുഴുവൻ രക്തം കണ്ടിരുന്ന ആ സമയത്ത് പാരീസിനും ആഫൽ ടവറിനും മേൽ പെയ്ത് വീണു ഒരു ഹെലറിന്റെ നിഴൽ. അതോടെ തുടങ്ങുന്നു ഈ ഇരുമ്പ് ടവറിന്റെ രഹസ്യകഥ. 1887 ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ആസൂത്രണം ആരംഭിച്ചു. 1889 വേൾഡ് ഫെയർ എക്സ്പൊസിഷൻ യൂണിവേഴ്സൽ നിമിത്തം ഒരൊറ്റ കെട്ടിടം ലോകം മുഴുവൻ കണ്ടു വിസ്മയിക്കേണ്ടിവരും എന്ന ലക്ഷ്യത്തോടെ ഗസ്റ്റവ് ഏഫൽ, ഒരു എഞ്ചിനീയറും വിഷനറിയുമായ ആൾ, ഈ ടവർ രൂപകൽപ്പന ചെയ്തു. 1838 ഇരുമ്പ് ഭാഗങ്ങൾ, 2.5 മില്യൺ റൈവറ്റ്സ്, 300 മീറ്റർ ഉയരം. ആ കാലത്ത് അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കഥ എന്ത്? ഹിറ്റ്ലർ പാരീസ് വിസിറ്റ് ചെയ്തപ്പോൾ നടന്നത് എന്താണ്? ഏഫൽ ടവർ യുദ്ധകാലത്ത് എങ്ങനെ രക്ഷപ്പെട്ടു? മുഴുവനായി കഥ അറിയണമെങ്കിൽ ലോങ് വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. ഈ ഒരു ടവർ കണ്ടവർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.